അസ്സലാമു അലൈക്കും. വളരെ സങ്കടകരമായ നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ GCC കൺട്രികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ട്രാവൽസിനും അല്ലാതെയും നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അവരുടെ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളാരും പാനിക് ആവണ്ട എന്നാണ്. നമ്മുടെ നാട്ടിൽ വരാൻ വേണ്ടിയിട്ട് ഈ അടുത്ത ഡേറ്റിലും ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യാനിരുന്ന ആൾക്കാരുടെ കുറെ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഈ ക്യാൻസൽ ചെയ്തിട്ടുള്ള ഫ്ലൈറ്റുകളൊക്കെ അതായത് എയർലൈന് ഏത് ഫ്ലൈറ്റ് ആണോ നിങ്ങൾ എടുത്തത്, അതായത് എയർലൈന് നിങ്ങൾക്ക് ഫുൾ റീഫണ്ടും, ഈ ഫ്ലൈറ്റ് ഇനി എന്നാണോ ഓപ്പറേഷണൽ ആവുന്നത് അന്ന് നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാനുള്ള സംവിധാനങ്ങൾ അവർ ചെയ്തു തരുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എന്നെ കൊണ്ട് പറ്റുന്ന വിധം ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ന്യൂസുകളിലൊക്കെ പ്രചരിക്കുന്ന ഫേക്ക് ന്യൂസുകൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഷെയർ ചെയ്യരുത്. കുറെ ന്യൂസുകൾ, ഇല്ലാത്ത കുറെ ന്യൂസുകൾ വരുന്നുണ്ട്. ബുർജ് ഖലീഫയിൽ നിന്ന് ആളെ ഒഴിപ്പിക്കുന്നു, അതൊക്കെ പക്ക ഫേക്കാണ്. ഇപ്പോഴും ബുർജ് ഖലീഫയിൽ ആളുകൾ താമസിക്കുന്നുണ്ട്, അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാനൊരു ദുബായ് റെസിഡന്റ് ആണ്, ഇപ്പൊ ഞാൻ നാട്ടിലാണുള്ളത്. പക്ഷെ എങ്കിൽ പോലും നമ്മളെ കുറെ ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ താമസിക്കുന്ന ആൾക്കാരോട് ഡയറക്റ്റ് ചോദിക്കാം. നിങ്ങൾ നാട്ടിൽ കാണിക്കുന്ന ഈ ന്യൂസുകളിലൊക്കെ കണ്ട് നിങ്ങൾ വെറുതെ പരിഭ്രാന്തരാവേണ്ട ആവശ്യമില്ല. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള എന്താണോ ന്യൂസ്, അത് സത്യമാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ഷെയർ ചെയ്യുക. അല്ലാതെ എല്ലാം ഷെയർ ചെയ്യുന്ന ആ ഒരു ടെൻഡൻസി നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒഴിവാക്കുക. അതെല്ലാവരും പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.